ഒരു നെഗറ്റീവ് മനസ്സ് ഒരിക്കലും നമുക്ക് ഒരു പോസിറ്റീവ് ജീവിതം തരില്ല. നമ്മുടെ മനസ്സ് നെഗറ്റീവായിരിക്കുന്ന കാലത്തോളം നമ്മുടെ ഭാവിയും നെഗറ്റീവായി മാറും. അതുകൊണ്ട് ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ മനസ്സിനെ പുതുക്കണം എന്ന് വചനം പറയുന്നു. പ്രൈസ് ജനറേഷൻ്റെ ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം വിശ്വാസം കൊണ്ട് നിറയാൻ ദൈവവചനം ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും മറിയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അത് പിന്നത്തേതിൽ ഒരു അനുഗ്രഹ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു വലിയ സംഗ്രഹമായി അത് മാറട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശ്വാസം നമ്മിൽ വർദ്ധിക്കുന്തോറും നമ്മുടെ വഴികൾ തുറന്നു വരും. എത്രത്തോളം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമോ അപ്പോൾ വിശ്വാസം മലയെ നീക്കുന്ന വിശ്വാസവുമുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് കൊണ്ടും ഒരു മലയെ ഉണ്ടാക്കാൻ കഴിയും. വിശ്വാസം കൊണ്ട് മലയെ മാറ്റാനും കഴിയും. തെറ്റായ ചിന്താഗതികൾ കൊണ്ട് മലയെ ഉണ്ടാക്കാനും കഴിയും. അത്രയും ഭയങ്കര കഴിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നെഗറ്റീവ് ചിന്തകൾ കൊണ്ടും വിചാരപ്പെടലുകൾ കൊണ്ടും ഒക്കെ മലയെ ഉണ്ടാക്കിയവരാണ് നാം. എന്നാൽ വിശ്വാസം വന്നു കഴിയുമ്പോൾ ആ മലയെ ഒരൊറ്റ നിമിഷം കൊണ്ട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാന്ന് പറഞ്ഞാൽ അത് ചാടിപ്പോകും. കൊച്ചുനാള് മുതൽ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളുടെ ആകത്തുക കൊണ്ടുണ്ടാക്കിയ പർവ്വത സമാനമായ കാര്യങ്ങൾ, ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ, മറ്റുള്ളവരോടുള്ള കയ്പ്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഇതൊരു മല പോലെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് വേഗത കുറഞ്ഞു, പല കാര്യത്തിലും ഉത്സാഹമില്ല, ജീവിതത്തിൽ ലക്ഷ്യമില്ല, നാളെയെക്കുറിച്ചൊരു പദ്ധതിയില്ല, വീട്ടിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കഴിയുന്ന ഒരു പ്രകൃതം, ജീവിതത്തിൽ ആരുമാകണ്ട, ഒന്നുമാകണ്ട, പ്രാർത്ഥനയോട് പോലും താല്പര്യമില്ല, ഭാവിയെക്കുറിച്ച് യാതൊരു ലക്ഷ്യമില്ല. ഇങ്ങനെ പോകുന്ന ഒരു ജീവിതം ഒരു പർവ്വത കണക്കെ. മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, സ്വന്തം ജീവിതത്തിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിനെ സമഭൂമിയാക്കാനും ഈ പർവ്വത സമാനമായ സാഹചര്യങ്ങളെ മാറ്റാനും വിശ്വാസത്തിന് ശക്തിയുണ്ട്. അതിനാണ് ദൈവവചനം നമ്മൾ കേൾക്കുന്നത്. വിശ്വാസത്തോടെ പറയുമ്പോൾ, സംശയിക്കാതെ, ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ നീണ്ട വർഷങ്ങളുടെ വേദനകൾ എല്ലാം പറന്നു മാറും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വീണ്ടും തിരിയാം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. ഫിലിപ്പോസിനെ ഷണ്ണന്റെ അടുത്ത് നിന്ന് പരിശുദ്ധാത്മാവ് അതിവേഗത്തിൽ എടുത്തുകൊണ്ടുപോയി അസ്തോദിൽ എത്തിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ സഞ്ചരിച്ചു എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിലെത്തി. ഫിലിപ്പോസിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയാൽ ആ പട്ടണത്തെ അവൻ സുവിശേഷീകരിച്ചിരിക്കും. അതാണ് അവൻ്റെ മേലുള്ള ദൈവം വെച്ചിരിക്കുന്ന കൃപ, അവൻ്റെ മേലുള്ള ദൈവശക്തി. വിശ്വസിക്കുന്നവന് അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ഫിലിപ്പോസ് ചുമന്നുകൊണ്ട് നടക്കുന്നത് ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമായി തീരും. വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി മാറും. ഫിലിപ്പോസ് സഞ്ചരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും കേൾവിക്കാരെ അവൻ്റെ സംസാരം രണ്ടായി തിരിക്കുന്നു. ഒന്ന് നശിച്ചു പോകുന്നവർ, രണ്ട് രക്ഷിക്കപ്പെടുന്നവർ. രണ്ടും ഒരേ പ്രസംഗത്തിൽ സംഭവിക്കുന്നതാണ്. ചിലർക്കിത് കളിതമാശയാണ്.
ഇത് ഒരു മതമാണ്, ഇതൊരു വിഡ്ഢിത്തരമാണ്. ഈ ആധുനിക നൂറ്റാണ്ടിലും ദൈവം എന്ന് പറയുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞ് അനേകർ നശിച്ചു പോകാൻ വിളിയുള്ളവർ അതിനകത്തായി. അവരതിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ രക്ഷിക്കപ്പെടാൻ കർത്താവ് കണ്ടവർ, അവർ ഈ വചനം കേട്ടപ്പോൾ അവരെക്കുറിച്ച് ബൈബിൾ പറയുന്നു, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. എല്ലാവരും വിശ്വസിച്ചെന്നാണ്. അവർക്കത് ദൈവശക്തിയായി. അവർ ഏറ്റുപറഞ്ഞു, അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, അവർ മാനസാന്തരപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അവർ ശക്തരായി മാറി, അവർ കൃപാവരങ്ങളെ പ്രാപിച്ചു, അവർ വിശ്വസിക്കുന്നവരുടെ കൂട്ടമായി മാറി, അവർ പോകുന്നിടത്ത് വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി, അവരുടെ കുടുംബങ്ങളിൽ സമാധാനം നിറഞ്ഞു. വിശ്വസിക്കുന്ന നിത്യജീവനായി നിയമിക്കപ്പെട്ട ഇടത്തെല്ലാം ദൈവശക്തിയുടെ വ്യാപാരമുണ്ടായി. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തികളും അറിയണം, സുവിശേഷം ഫിലിപ്പോസ് ഓരോ സ്ഥലത്തും അറിയിച്ച് കൈസരിയിലെത്തി എന്ന് പറയുമ്പോൾ ആ പട്ടണങ്ങളെ മുഴുവനും ഫിലിപ്പോസ് മുഖാന്തരം ദൈവം രണ്ടായി തിരിച്ചു. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്നിലും ബലവാനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവൻ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നവനാണ്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും, നല്ലതിനെ കളപ്പുരയിൽ ശേഖരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കൂട്ടത്തിനെതിരെ ന്യായവിധിയായി മാറുന്നു, പതിരായി മാറുന്നു. സുവിശേഷം സ്വീകരിക്കാത്തവർ അവരെ വിളിക്കുന്നതാണ് പതിര്. ഞാനല്ല, സ്നാപയോഹന്നാൻ വിളിച്ച പേര്. അത് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയാനുള്ളതാണ്. അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണും, നരകത്തീയിലേക്ക് വീഴാനുള്ളത്. എന്നാൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടം അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ പോലെ അവർ നിത്യതയ്ക്ക് വേണ്ടി കളപ്പുരയിൽ ശേഖരിക്കപ്പെട്ടവരാണ്. പതിരായി ചുട്ടുകളയാനുള്ളതും ധാന്യമണികളായി കളപ്പുരയിൽ ശേഖരിക്കാനുള്ളതും സുവിശേഷം കൊണ്ടാണ് വേർതിരിക്കപ്പെട്ടത്. നശിച്ചു പോകുന്നവർക്ക് ഇതെല്ലാം പോഷത്വമായി, രക്ഷിക്കപ്പെട്ടവർക്ക് ഇത് ദൈവശക്തിയായി. അങ്ങനെ ഫിലിപ്പോസ് പോകുന്ന പട്ടണങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടം വലിയ സന്തോഷമുള്ളവരായി, വിശ്വസിക്കുന്നവരുടെ കൂട്ടം സൗഖ്യമുള്ളവരായി, വിശ്വസിക്കുന്നവരുടെ കൂട്ടം വിടുതലുള്ളവരായി, വിശ്വസിക്കുന്നവരുടെ കൂട്ടം അനുഗ്രഹമുള്ളവരായി, വിശ്വസിക്കുന്നവരുടെ കൂട്ടം സമാധാനമുള്ളവരായി, വിശ്വസിക്കുന്നവരുടെ കൂട്ടം അത്ഭുതങ്ങളും അടയാളങ്ങളും സാധാരണ സംഭവമായി മാറിയ കൂട്ടമായി മാറി. സുവിശേഷത്തിന് മാത്രമേ ഇതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം, അത് സഞ്ചരിച്ച് പോയി കാര്യം സാധിപ്പിച്ചു മടങ്ങി വരുന്ന ദൈവവചനം, അതിൻ്റെ ഫലം കൊണ്ടുവരുന്ന വചനം ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ നമുക്കൊരു ദൗത്യമുണ്ട്. ഒരു ഫിലിപ്പോസിനെ പോലെ ഒരു ചെറിയ തുടക്കം നമ്മൾ ആരംഭിച്ചെങ്കിൽ പിന്നത്തേതിൽ ആത്മാവ് അവനെ കൊണ്ടുപോയതുപോലെ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് നാം പുറപ്പെടേണ്ടവരാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 ഉയരത്തിലെ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യെരൂശലേമിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞു തുടങ്ങാം. അവിടെയാണ് നിങ്ങൾ അഭിഷേകം പ്രാപിച്ചത്, അവിടെയാണ് നിങ്ങൾ വലിയ സാക്ഷികളായത്, അവിടെയാണ് കർത്താവ് നിങ്ങളുമായി ഒടുവിൽ കണ്ടുമുട്ടിയത്, നിങ്ങൾക്ക് എൻകൗണ്ടർ ഉണ്ടായത് യെരൂശലേമിലാണ്. അപ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ട സ്ഥലത്താണ് നാം ആദ്യം തുടങ്ങേണ്ടത്. നമുക്കറിയാവുന്ന ഭാഷക്കാരുടെ ഇടയിൽ, അത് കഴിഞ്ഞപ്പോൾ യഹൂദിയിൽ, അത് കഴിഞ്ഞപ്പോൾ ശമരി, അടുത്ത ഭാഷക്കാർ, അത് അവർക്ക് ഏകദേശം
അറിയാവുന്ന ഭാഷയാണ്. മലയാളിക്ക് തമിഴ് അത്യാവശ്യം അറിയാമല്ലേ? ആരോ പറഞ്ഞതുപോലെ തമിഴ് വളരെ എളുപ്പമാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം ഇറുക്കെന്ന് പറഞ്ഞാൽ തമിഴായെന്ന്. അവിടെ പോയി ഇറുക്ക്, ഇവിടെ വന്ന് ഇറുക്ക്. തമിഴുള്ള അറിയാവുന്ന ആരും അത് കേൾക്കാതിരുന്ന നന്ന്. അപ്പോൾ അവസാനം ഇറുക്കിയാൽ തമിഴാകുന്നില്ല. എന്നാൽ കേരളവും തമിഴ്നാടും തമ്മിലൊരു ബന്ധമുണ്ടല്ലേ? ആ ബന്ധത്തിൽ മലയാളികൾക്ക് തമിഴ് മനസ്സിലാകും, തമിഴർക്ക് മലയാളവും മനസ്സിലാകും. എന്നാൽ കുറച്ച് അപ്പുറത്തോട്ട് മാറി തെലുങ്ക്, നമുക്ക് ഒരു കാര്യവും പിടുത്തം കിട്ടത്തില്ല. അത് കുറച്ചും കൂടി ഒത്തിരി കട്ടിയുള്ള ഭാഷയാണ്. കന്നഡ കട്ടിയുള്ള ഭാഷയാണ്. പിന്നെ അങ്ങോട്ട് ഹിന്ദി, പിന്നെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതുകൊണ്ട് കുറച്ച് മനസ്സിലാവും. മുന്നോട്ട് പോകുന്തോറും കഠിനതകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് യെരുശലേമിൽ നിങ്ങളൊന്ന് തെളിയി, നിങ്ങളുടെ വീട്ടുകാരുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിൽ അങ്ങോട്ട് തെളിയി. സുവിശേഷം സ്വന്തം വീട്ടിലും സ്വന്തം നാട്ടിലും ആദ്യം പറഞ്ഞ് തെളിഞ്ഞ ശേഷം കുറച്ചുകൂടി കട്ടിയുള്ള രാജ്യങ്ങളിലേക്ക് കർത്താവ് വഴി തുറക്കും. ഇപ്പോൾ ഈ ഫിലിപ്പോസ് അസ്തോദിലാണ്. പരിചയമില്ലാത്ത നാട്ടിൽ അവൻ അടങ്ങിയിരിക്കുന്നില്ല. ഭാഷയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നില്ല. സുവിശേഷത്തിന് ഭാഷ ഒരു പ്രശ്നമല്ല. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് അപ്പോസ്തലൻ, അദ്ദേഹം യെരുശലേമിൽ നിന്ന് യാത്ര ചെയ്ത് നേരെ എത്തിയ സ്ഥലം ഇറാഖാണ്. ഇറാഖിൽ ചരിത്രം പറയുന്നു 10,000 കൂടുന്നൊരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, മതി, അവിടുന്ന് ഇന്ത്യക്ക് പോകാൻ പറഞ്ഞു. വന്ന് കാലുകുത്തിയത് കേരളത്തിലെ കൊടുങ്ങല്ലൂർ, എൻ്റെയൊക്കെ വീടിനടുത്ത് അദ്ദേഹം വന്ന് കാലുകുത്തി. അന്ന് കാലുകുത്തിയപ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അടുത്താണ് എൻ്റെ സ്വന്തം വീട്, വടക്കംപറവൂര്. അപ്പോൾ അവിടെ വന്ന് അദ്ദേഹം കാലുകുത്തി. അവിടെ നിന്ന് ഭാഷയൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ അത്ഭുത ഭാഷയാണ്. എന്താണ്? അന്യഭാഷയിൽ സംസാരിക്കും. മാത്രമല്ല, അടുത്തു വരുന്ന വ്യക്തികൾ അത്ഭുതങ്ങൾ കാണുമ്പോൾ ബാക്കി കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ അന്യഭാഷയെ ദൈവം മലയാളമാക്കി കൊടുത്തു കാണും. അതുകൊണ്ട് കേട്ടവരെല്ലാം രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടു. അങ്ങനെ പള്ളികൾ പലതായിട്ട്, സഭകൾ, വലിയ സഭകളുണ്ടായി. നിരണം, പാലയൂർ, നിലയ്ക്കൽ, കോട്ടയ്ക്കാവ്, കൊത്തമംഗലം, കൊല്ലം, മാല്യങ്കര, ഇങ്ങനെ 7 പള്ളികൾ. തോമസ് ലീഗ പള്ളിയൊന്നും സ്ഥാപിച്ചില്ല. തോമസ് ലീഗ സുവിശേഷം അറിയിച്ചു. ജനങ്ങൾ കൂട്ടമായി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കേരളം 2 കൈ നീട്ടി തോമസ് അപ്പോസ്തലനെ സ്വീകരിച്ചതുകൊണ്ട് കേരളം നമ്മുടെ അപ്പോസ്തലന്മാരെ പോലെ യാത്ര ചെയ്യുന്ന ഒരു സമൂഹമായി മാറി. അമേരിക്കയിൽ ചെന്നാൽ അവിടെ അവരെ കാണാം. യൂറോപ്പ് രാജ്യങ്ങളിൽ അവർ മുമ്പിലാണ്. ഓസ്ട്രേലിയയിൽ ചെന്നാൽ കാണാം. ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ കാണാം. എവിടെ ചെന്നാലും മലയാളി അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ജോലിക്കാരനല്ല, ഏറ്റവും വലിയ ജോലിക്കാരൻ, ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ. കാരണം തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ച് അംഗീകരിച്ചതിൻ്റെ ഒരു അനുഗ്രഹം കേരളത്തിനുണ്ട്. ആ അനുഗ്രഹം നമ്മളെപ്പോഴും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം കർത്താവിനോട്. കർത്താവേ, തോമസ് അപ്പോസ്തലൻ വന്ന് സുവിശേഷം അറിയിക്കാൻ ഈ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പരമാർത്ഥമായി കൈക്കൊണ്ട ഈ കേരളത്തെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. കർത്താവിനെ നമ്മളത് ഓർപ്പിക്കണം. കേരളത്തിന് ഒരു ബ്ലെസ്സിങ് കിടപ്പുണ്ട്. കേരളത്തിൻ്റെ ഈ അനർത്ഥങ്ങളെല്ലാം മാറിപ്പോകും. കാരണം സുവിശേഷത്തിന് വേണ്ടി തുറന്ന ഒരു നല്ല പട്ടണം. അന്നുള്ള ജനങ്ങൾ, അന്നുള്ള അന്ധവിശ്വാസത്തിൽ കിടക്കുന്ന ജനങ്ങൾ വചനം കേട്ട് രൂപാന്തരപ്പെട്ടു. അന്ന് സുവിശേഷം വീണ ആ നല്ല വിത്ത് വീണ് 100 മേനി വിളഞ്ഞ സ്ഥലമാണിത്. അതുകൊണ്ട് ഈ കേരളം ഒരിക്കലും തകർന്നു പോകില്ല. ഇന്ത്യയിൽ നമ്പർ 1 തന്നെ നിൽക്കും. ഭൂമിയുടെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളികൾ അഭിവൃദ്ധിപ്പെടും.
അപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ദൈവമക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരറിയണം, നിങ്ങൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നിങ്ങളുടെ കഴിവ് മാത്രമല്ല, നിങ്ങളുടെ കഠിനാധ്വാനം മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഒരു ബ്ലെസ്സിങ് മലയാളികൾക്ക് പ്രത്യേകമുണ്ട്. തോമസ് അപ്പോസ്തലൻ മൈലാപ്പൂർ, തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ചാണ് കുന്തം കൊണ്ടുള്ള ഒരു കുത്തേറ്റ് മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, മൈലാപ്പൂരിൽ. എന്നാൽ കേരളം തോമസ് ലീഗയെ വളരെ വളരെ ആത്മാർത്ഥമായി കൈക്കൊണ്ടു. അതിൻ്റെ അനുഗ്രഹം ഇനിയും നമ്മൾ വേണ്ട രീതിയിൽ പ്രാപിച്ചിട്ടില്ല. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ എന്നോട് ചേർന്ന്, യേശുവേ, തോമസ് ലീഗ മുഖാന്തിരം, ആ അപ്പോസ്തലൻ മുഖാന്തിരം ഈ നാട്ടിൽ ഉണ്ടായ സുവിശേഷത്തിൻ്റെ ബ്ലെസ്സിങ് ഈ കേരളത്തിൽ ഇനിയും തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ, ആമേൻ. അതിൻ്റെ അർത്ഥം അനേക അപ്പോസ്തലന്മാർ ഈ കേരളത്തിൽ നിന്ന് എഴുന്നേൽക്കും. കാരണം ഒരു അപ്പോസ്തലനാണ് ആദ്യമായിട്ട് കേരളത്തിൽ സുവിശേഷം അറിയിച്ചത്. ഇവിടെ ഫിലിപ്പോസ് എന്ന ഒരു എളിയ സുവിശേഷകനാണെങ്കിൽ 12 അപ്പോസ്തലന്മാരിൽ വിശ്വാസ വീരനായി മാറിയ തോമസ് തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അതുകൊണ്ട് മലയാളി വിശ്വാസ വീരരായി മാറും. മലയാളികൾ മലയെ നീക്കുന്നവരായി മാറും. നമ്മുടെ മേലുള്ള പകർച്ച അതാണ്. അപ്പോസ്തോലികമായ ഒരു പകർച്ചയുള്ള സ്ഥലമാണ് മലയാളക്കര. അപ്പോസ്തലന്റെ കാലുകുത്തിയ സ്ഥലം, അപ്പോസ്തലൻ അനുഗ്രഹിച്ച സ്ഥലം, അപ്പോസ്തലൻ നടന്ന സ്ഥലം. അതുകൊണ്ട് നമ്മുടെ മേൽ, മലയാളികളുടെ മേൽ ഉള്ള വിളി ഒരു അപ്പോസ്തോലിക വിളിയാണ്. അതിനെ അങ്ങനെ തന്നെ കാണുക, അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഞാനത് പറയുമ്പോൾ ആത്മാവിൽ ഞാനത് കാണുന്നു. ഒരു അപ്പോസ്തോലികമായ മൂവ്, അപ്പോസ്തോലിക പ്രാവചനിക മൂവ് ഈ കേരളത്തെ പിടിച്ച് കുലുക്കാൻ പോവുകയാണ്. ഭയങ്കരമായ ഒരു ഉണർവിലേക്ക് ഈ കൊച്ചു കേരളത്തെ കർത്താവ് തിരിക്കും. അത് വേഗത്തിൽ, ഫിലിപ്പോസ് സഞ്ചരിച്ച വേഗത പോലെ വേഗത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് കേട്ട ഈ വചനങ്ങൾ പോലെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കുക. വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലും വിശ്വസിക്കാത്തവരുടെ കൂട്ടത്തിലും ക്രിസ്തുവിനെ ഒരു സൗരഭ്യ വാസനയായി നമുക്ക് തീരാം. സുഗന്ധം പരത്താം. എല്ലായിടത്തും ഈ സുഗന്ധത്തെ നമുക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട എല്ലാവരുടെ മേലും വിശ്വാസത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. അപ്പോസ്തോലിക അഭിഷേകം വ്യാപരിക്കട്ടെ. യാത്ര ചെയ്യാനുള്ള ശക്തി ഇത് കേൾക്കുന്നവർക്കുണ്ടാകട്ടെ. ചിലർക്ക് സ്വന്തം കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് പോകാൻ കഴിയാറില്ല. എന്നാൽ യാത്രയുടെ അഭിഷേകത്തെ ഇന്ന് മുതൽ ഈ മക്കളുടെ മേൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. അതൊരു അഭിഷേകമാണ്. യാത്ര ചെയ്യാൻ ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യം, അടുത്ത രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യം, രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കഴിവുറ്റവരും കൃപ നിറഞ്ഞവരുമായി ഇത് കേൾക്കുന്നവർ തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിൻ്റെ നന്മ, അനുഗ്രഹം അവരനുഭവിക്കട്ടെ. ഏത് രാജ്യത്ത് ചെന്നാലും യേശുവിനെ ഉയർത്തുന്നവരായി മാറട്ടെ. സഭയെ പണിയുവാൻ ഉള്ള ഉപകരണങ്ങളായി മക്കൾ മാറട്ടെ. പാതാള ഗോപുരങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത നിലവാരമുള്ള ശക്തരും അഭിഷിക്തരും വിശ്വാസ വീരരുമായി ഇവർ നിലനിൽക്കട്ടെ. അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരു അത്ഭുത ദിവസമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ, ആമേൻ. യേശുവിൽ ആശ്രയിക്കാം. ഇന്നു മുതൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടുത്ത അളവിലേക്ക് നമുക്ക് വളരാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു. Oh, come, let us adore Him. Oh, come, let us adore Him. Oh, come, let us adore Him. Christ
Oh, come let us. Oh, come let us adore Him. Oh, come let us adore Him. Oh, come let us adore Him. Christ the Lord, we give you all the glory.